അനന്തുവേ, എന്തോ നിന്നോട് ആദ്യം ചോദ്യം, മഴയുണ്ടാകുന്നത് എങ്ങനെ? മഴ കടലിലെ വെള്ളം സൂര്യതാപേറ്റ് നീരാവിയായി ചെവി അറിയാതെ ഒരു മനുഷ്യനറിയാതെ മേളിൽ ചെല്ലും. നല്ല ചെന്ന് എന്തോ സെറ്റപ്പ് ഉണ്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് താഴോട്ടൊരു കീച്ചു മഴ ഘനീഭവിച്ച് അങ്ങനെ പറഞ്ഞതിനകത്ത് ശരി ഉത്തരവുണ്ട്. അതാ ഞാൻ പറഞ്ഞു. എങ്ങനെ അത് നേരിട്ടങ്ങ് പറയായിരുന്നു. ഇത്ര ഉള്ളായിരുന്നോ അവിടേക്ക്? എല്ലാരും വന്നോ? എല്ലാരും വന്നു പറഞ്ഞാ മറ്റേ അവള് വന്നായിരുന്നു. എന്റെ കൂട്ടുകാരില്ലേ ലിസി. ലിസി ഇല്ലേ സ്കൂൾ ഗ്രൂപ്പിലെ? സ്കൂൾ ഗ്രൂപ്പിലോ? അവളൊറ്റൊക്കെ വന്നോളൂ? ഒറ്റയ്ക്ക് ഗ്രൂപ്പിനകത്ത് വേറെ ആരും ഇല്ലായിരുന്നു? രണ്ടുപേരെ ആക്റ്റീവായിട്ടുള്ള ഒന്നാമത് അന്ന് ഞാനും. കൊടൈക്കനാലിലെ കണ്ടല്ലായിരുന്നു അവിടെ വീട്? അന്ന് കൊടൈക്കനാലായിരുന്നു വീട്. ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ചാണോ വന്നത്? അല്ല, അവൾ ഒറ്റയ്ക്ക് വന്നു. അവൾ പറഞ്ഞു ഒറ്റയ്ക്ക് വരാൻ. നിങ്ങൾ കേറി താമസത്തിന് വിളിച്ചാന്നോ അതോ നിങ്ങളുടെ കൂടെ കേറി താമസിക്കാൻ? നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ കേട്ടോ. എന്തോടി നീ ആ വാതക്കുന്ന പയ്യനെ എന്തോടി നോക്കുന്നത്? നിന്റെ മരണക്കടറിൽ നിന്റെ ബൈക്ക് കിടന്ന് കറങ്ങുന്ന നടക്കുന്ന നിന്റെ കണ്ണ് കറന്ന് കടന്ന് ഞാൻ കണ്ട പയ്യനെ നോക്കി. അയ്യോ അവിടെ നിന്ന് ചെറുക്കനെ പറയുന്ന പയ്യനെ നോക്കിയേ. അയ്യോ നിങ്ങൾ എന്തെങ്കിലും അത് സംശയിക്കരുത് കേട്ടോ. പിന്നെ അവനെ കണ്ടാലേ നമ്മുടെ വടക്കേലെ കുമാറിനെ പോലെ ഇരിക്കും. ഞാനൊന്ന് നോക്കിപ്പോയി. എല്ലാരും നിനക്ക് കണ്ട അങ്ങ് വടക്കേലെ കുമാറാന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അങ്ങ് വടക്കേലെ കുമാറിനെ കാണുവന്നല്ലോ. എടി ആ ചെറുക്കൻ നല്ല മസിലുള്ള ചെറുക്കൻ. വടക്കേലെ കുമാർ വടക്കം പോലെ ഇരിക്കണമേ. അങ്ങനെ ഇരിക്കണ നിനക്ക് അങ്ങനെ തോന്നുന്ന അങ്ങനെ അടിക്കുന്നു. അങ്ങനെ നിങ്ങൾ വലിയ ക്യാമനൊന്നും ആവണ്ട. നിങ്ങൾ ഇപ്പൊ ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ ഹിന്ദിക്കാരി പെണ്ണിന്റെ വെളുത്ത പെണ്ണ് അവളെ നിങ്ങൾ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ അങ്ങനത്തെ കണ്ണിലല്ല ആ കൊച്ചിനെ നോക്കി. അങ്ങനത്തെ കണ്ണി തന്നെ നോക്കിയത്. എടി ആ കൊച്ചു സീരിയലിലൊക്കെ ഉള്ളതാണ്. ആ പിന്നെ ഏത് സീരിയലിനകത്തുള്ളതാണ്? അതങ്ങനെ പെണ്ണുങ്ങൾ കാണുന്ന സീരിയലൊന്നും അല്ല. അത് മറ്റേ പാൽപായസം. ഞാൻ ഇന്നേ വരെ ടി വി കണ്ടിട്ടില്ല. അതങ്ങനെ ടി വി വരുന്ന സീരിയലല്ല. ഉള്ള ഞങ്ങൾക്ക് അതിന്റെ പിറകോശത്ത് ഒരു വീടുണ്ട്. അതേത് വീട്? പിറകോശത്ത് നമ്മുടെ ആശ ചേച്ചി, തയ്യലൊക്കെ ഉള്ള ആശ ചേച്ചി. എന്റെ മാമിയാ. മാമിയാണോ? ഭയങ്കര സ്നേഹമാണ് ആശ ചേച്ചി. ജീവനാണ് എനിക്ക് ആശ ചേച്ചി. നേരത്തെ അറിയാവോ? എന്റെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല എപ്പോഴും ചിരിയാണ്, പോസിറ്റീവ് ആയിട്ടുള്ളത്. ആശ മാമി അറിയാവുന്ന സ്ഥിതിക്ക് മാമനെ അറിയായിരിക്കുമല്ലോ. എന്തിനറിയണം? അതിന്റെ ആവശ്യം എന്തോ? അല്ല എനിക്ക് അവരുടെ ആ സ്നേഹമുണ്ട്, അതുകൊണ്ട് മാമൻ അറിയേണ്ട കാര്യം. അല്ല ആശമാമിയെ എങ്ങനെ അറിയാം? ഒരു പ്രാവശ്യം ഞാൻ കണ്ടതേ ഉള്ളൂ, അത് മറക്കൂല എന്റെ ജീവിതം. അത്ര നല്ല സ്നേഹമുള്ള ചേച്ചി. ഇപ്പൊ മറ്റേ പഞ്ചായത്തിൽ നിന്ന് മികച്ച അവാർഡൊക്കെ കിട്ടുന്നുണ്ട് മാമിക്ക്. മറ്റേ തയ്യക്കാരിക്കുള്ള നല്ല സ്വഭാവം. മാമനെ അറിഞ്ഞൂടാ. മാമനെ എന്തിനാ അറിയേണ്ട കാര്യം? നമ്മുടെ വടക്കേലെ അപ്പച്ചില്ലയോ? ഇവിടെ അത് 1 വർഷമായോ മരിച്ചിട്ട്? 1 വർഷമായി ചേച്ചി. സത്യം പറഞ്ഞാൽ അറിയില്ല. ഇന്നലെ മരിച്ചതുപോലെ. ആണോ? അത് സന്തോഷത്തോടാണ് പറയുന്നത്. ഞാൻ അവിടെ ഫോട്ടോ വെച്ചിട്ടില്ലടോ ഭിത്തിയില്. കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ ഇന്നലെ എടുത്ത ഫോട്ടോ പോലെ ചിരിച്ചോണ്ട്. ഭക്ഷണം ആരാ കൊടുത്ത്? ആഹാരം കൊള്ളത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്റെ അമ്മാവനെ വിളിക്കേ. അതിലും വേറെ ബ്രെഡും പഴവാ.